Hi, my dear students. You're going to listen Malayalam explanation of NCRT Class 10 English. Unit 1 Dust of Snow. Dust of Snow was written by Robert Frost. റോബർട്ട് ഫ്രോസ്റ്റ് ഒരു അമേരിക്കൻ റൈറ്ററാണ്. ഡേ ടു ഡേ ലൈഫുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോംസാണ് അദ്ദേഹം എഴുതുന്നത്. ഡസ്റ്റ് ഓഫ് സ്നോ മീൻസ് ടൈനി പാർട്ടിക്കിൾസ് ഓഫ് സ്നോ, മഞ്ഞിൻ്റെ ചെറിയ കണങ്ങൾ എന്നാണ്. ഈ പോമിലൂടെ അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ, മനുഷ്യനും നേച്ചറും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് പോമിലേക്ക് കടക്കാം. The way a crow shook down on me the dust of snow from a hemlock tree has given my heart a change of mood and saved some part of a day I had rode. നമ്മുടെ പോയിട്ട് ഒരു ദിവസം ഭയങ്കര സാഡായിട്ട് ഹെംലോക്ക് ട്രീയുടെ ചോട്ടിലായിട്ട് വന്നിരിക്കുകയാണ്. ഹെംലോക്ക് ട്രീ മീൻസ് എ പോയിസണസ് പ്ലാന്റ് വിത്ത് സ്മോൾ വൈറ്റ് ഫ്ലവേഴ്സ്. വൈറ്റ് ഫ്ലവേഴ്സോട് കൂടി, ചെറിയ വൈറ്റ് ഫ്ലവേഴ്സോട് കൂടിയ ഒരു പോയിസണസ് പ്ലാന്റ് ആണ് ഹെംലോക്ക് ട്രീ. ആ ട്രീയുടെ ചോട്ടിലായിട്ട് അദ്ദേഹം വന്നിരിക്കുമ്പോൾ അവിടെ ഒരു ക്രോ പറന്നു വരുന്നു. ക്രോ വന്ന് ആ മരത്തിൻ്റെ ചില്ലയിലിരിക്കുന്നു. അവിടുന്ന് അപ്പോൾ ഹെംലോക്ക് ട്രീയിൽ നിന്ന് മഞ്ഞിൻ്റെ പാർട്ടിക്കിൾ നമ്മുടെ പോയിറ്റിൻ്റെ ദേഹത്തേക്ക് വീഴുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആ സാഡ് മൂഡ് അങ്ങ് ചേഞ്ച് ആയിട്ട് അദ്ദേഹം ഹാപ്പിയസ്റ്റ് മൂഡിലേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ആ വിഷമം എല്ലാം മാറി അദ്ദേഹം നല്ലൊരു മൂഡിലേക്ക്, ഒരു ഫ്രഷ് ഡേയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൂഡ് മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹേർട്ട് ആ ഒരു ബാഡ് ടച്ചൊക്കെ മാറി അദ്ദേഹത്തിന് നല്ലൊരു ഫ്രഷ് മൂഡ് കൊടുക്കുന്നതായിട്ടാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. What does the poet says has changed his mood? പോയിറ്റിൻ്റെ മൂഡ് എങ്ങനെയാണ് ചേഞ്ച് ആയത്? The poet says the dust of snow that fell from a hemlock tree has given his heart a change of mood. നമ്മുടെ പോയിറ്റ് പറയുകയാണ്, ഹെംലോക്ക് ട്രീയിൽ നിന്ന് വീണ ഡസ്റ്റിൻ്റെ സ്നോയുടെ പാർട്ടിക്കിള്, ഡസ്റ്റ് ഓഫ് സ്നോ, അതായത് മഞ്ഞിൻ്റെ ചെറിയ കണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഹേർട്ടിലെ മൂഡ് ചേഞ്ച് ആക്കിയത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആ ഒരു മൂഡ് ചേഞ്ച് ആക്കി മാറ്റിയതെന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. വാട്ട് ഡസ് ഡസ്റ്റ് ഓഫ് സ്നോ സിഗ്നിഫിക്കൻസ് ഇൻ ദ പോയം? The dust of snow is a small, simple, natural moment that has a larger uplifting significance. It transforms the poet's gloomy day into a more hopeful one. The dust of snow is a small. Dust of snow എന്ന് പറയുന്നത് ടൈനി പാർട്ടിക്കിളാണ്. നമ്മൾ പഠിച്ചു അല്ലേ, സ്നോയുടെ ടൈനി പാർട്ടിക്കിളാണ്. പക്ഷേ അതിന് എന്ത് ചേഞ്ചസ് വരുത്താനുള്ളതുണ്ട്? അതിന് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയുണ്ടെന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയ കാര്യം. ആ ഒരു ടൈനി പാർട്ടിക്കിൾ പോയിറ്റിൻ്റെ ദേഹത്തേക്ക് വീണപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ സാഡ് മൂഡ് മാറി അദ്ദേഹം ഹാപ്പിയസ്റ്റ് മൂഡിലേക്ക് എത്തിയത് അല്ലേ. അപ്പം ആ ഡസ്റ്റ് ഓഫ് സ്നോ എന്നത് സ്മോൾ ആണെങ്കിലും അതിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. What is the hemlock tree described as the poem? The hemlock tree is described as a plant or tree with small white flowers. ഹെംലോക്ക് ട്രീ എന്ന് പറയുന്നത് വെളുത്ത പൂക്കളുള്ള ഒരു മരമാണ്. അതിൽ നിന്ന് മഞ്ഞ് പൊടി വീഴുന്നു. ഹെംലോക്ക് മീൻസ് എന്താണ്? നമ്മൾ ആദ്യമേ പറഞ്ഞു, എ പോയിസണസ് പ്ലാന്റ് വിത്ത് സ്മോൾ വൈറ്റ് ഫ്ലവേഴ്സ്. ഒരു പോയിസണസ് പ്ലാന്റ് ആണ്. അതിൽ നിന്ന് വൈറ്റ് കളറിലെ ചെറിയ ഫ്ലവേഴ്സോട് കൂടിയ ഒരു ട്രീ ആണ്. ഈ പോമിൽ പറയുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് വേർഡ്സ് ആണ് ഹെംലോക്ക് ട്രീ ആൻഡ് ക്രോ. ഇത് രണ്ടും നമ്മൾ നെഗറ്റീവ് സിമ്പിളായിട്ടാണ് കാണുന്നത്. അതായത് ക്രോ സിമ്പിൾ ഓഫ് ഡെത്ത്, ഹെംലോക്ക് മീൻസ് പോയിസണസ് പ്ലാന്റ്. പക്ഷേ ഈ പോയത്തിൽ കാക്ക വഴി ഹെംലോക്ക് മരത്തിൽ നിന്ന് മഞ്ഞിൻ്റെ പൊടി കവിയുടെ മേൽ എത്തിയത് കൊണ്ടാണ്, കാക്കയല്ലേ അത് കുലുക്കിയപ്പോഴാണ് കവിയുടെ മേൽ ആ മഞ്ഞിൻ്റെ പൊടി വീണത്. ആ ഒരു പൊടി വീണതോടുകൂടിയാണ് കവിയുടെ മാനസികാവസ്ഥ മറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ദിവസത്തെ ആ ഒരു വിഷമത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചത് നമ്മുടെ കാക്കയും അതുപോലെ ആ ഹെംലോക്ക് ട്രീയിലുണ്ടായിരുന്ന മഞ്ഞു തുള്ളികളുമാണ്. അപ്പം അതുകൊണ്ട് ഈ രണ്ട് നെഗറ്റീവ് സിമ്പലും നമ്മളുടെ ഇവിടെ പോസിറ്റീവായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ പോയം നല്ലൊരു പോയമാണ്, ഒരു ചെറിയ പോയമാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ്സ് എല്ലാവരും മനസ്സിലാക്കുക. നോട്ട്സ് പുറകാലെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്.
ഓക്കെ.